നമസ്കാരം. ഹൈ റേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റെട്രോ കണ്ടു. അപ്പോൾ റെട്രോയെ പറ്റി നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒറ്റ ഒരു കാരണമുള്ളൂ. കാർത്തിക് സുബ്രാജ് ആൻഡ് സൂര്യ, ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ഞാൻ സിനിമ കണ്ടു വന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് സൂര്യയുടെ അഭിനയം കണ്ടിട്ട്. സൂര്യയുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അത് എന്ത് ചെയ്യണം എന്ന് മേലാത്ത ഒരു അവസ്ഥയാണ്. കാരണം അതിപ്പോഴും എനിക്കത് വിട്ടുമാറുന്നില്ല, മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം വിട്ടുമാറുന്നില്ല. അതെന്താണ് കാരണമെന്ന് ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് അഭിനയിച്ച ആരൊക്കെയാണ് നമുക്കറിയാം. സൂര്യ, പൂജ ഹെഗ്ഡെ, അതുപോലെ ജോജി ജോർജ്, സന്തോഷ് നാരായണ മ്യൂസിക്, പിന്നെ ജയറാമേട്ടനുണ്ട്, അതുപോലെ തന്നെ പ്രകാശ് രാജ്, നാസർ, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിര തന്നെയുണ്ട്. വലിയൊരു ക്യാൻവാസിൽ എടുത്തേക്കുന്ന ഒരു സിനിമ. അങ്ങനെ പടം തുടങ്ങുന്നു. അതായത് ഈ പടത്തിനെ പറ്റി ഒരൊറ്റ വാക്കിൽ എങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് കാർത്തിക് സുബ്രാജിൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടം എന്ന് വേണം പറയാം. എന്നാൽ സൂര്യയുടെ ഏറ്റവും മികച്ച പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടമാണെന്ന് പറയാം. കാരണം സൂര്യ അതുപോലെ പണിയെടുത്തിട്ടുണ്ട്, കിട്ടിലിനായിട്ട് പണിയെടുത്തോണെന്ന് വെച്ചാൽ അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വിഷമം. അതായത് ഇത്രയും പണിയെടുത്തിട്ടും അതിനുള്ള ഒരു റിസൾട്ട് സാധനം കിട്ടുന്നില്ലല്ലോ എന്ന് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോഴും അതെ, പടം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് ആ ഒരു മനസ്സിലുള്ള ഒരു ഏറ്റവും ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം സൂര്യ അതുപോലെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അതെല്ലാം വെറുതെ ആയി പോയല്ലോ, വെറുതെ ആകുന്നല്ലോ എന്ന് നമുക്ക് ഓർത്ത്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയോ പോകുന്നു. ഇതാണ്. അപ്പം നമ്മൾ ഈ പടം ഇങ്ങനെ തുടങ്ങുന്നു. ഒരു വില്ലൻ മാനസാന്തര പഠനം. ഇതാണല്ലോ എല്ലാ സിനിമയുടെയും ഒരു ഇപ്പം ഒരു വില്ലന്മാരൊരു പടം വില്ലൻ എങ്ങനെയാണ് നല്ലവനായിട്ട് മാറുക. അപ്പോൾ അതിനൊരു കാരണം കാണത്തില്ലേ. അപ്പോൾ ഇത് സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യം അത് തന്നെയാണ് ഇതിനകത്തും വന്നേക്കുന്നത്. വേറെ ഒരു മാറ്റമില്ല. നമുക്കിത് എങ്ങനെയാണ് കഥ പോകുന്നത്, എങ്ങോട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്നിട്ടും കാർത്തിക് സുബ്രാജ് ഈ പടം ഇങ്ങനെ വലിച്ച് നീട്ടി കൊണ്ടുപോകാം. നമുക്ക് ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ഹാഫ് ഒരു പരിധി വരെ നമുക്ക് കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലൈമാക്സിലോട്ട് അടുത്ത് കഴിയുമ്പോഴും നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കിട്ടുന്ന വേറൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പടം തീരുന്നില്ല. കാരണം അത്ര ബോറിംഗ് ആവുക, നമ്മളെ ഇട്ട് വെറുപ്പിക്കുക. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ്. പിന്നെ ഈ പടത്തിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പടം തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഒരു സൂര്യയുടെ അച്ഛനായിട്ടാണ് ജോജി ജോർജ്. അതുപോലെ തന്നെ സൂര്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ഡോക്ടറായിട്ടാണ് വരുന്നത് ജയറാമേട്ടനൊക്കെ സ്ക്രീനിൽ വന്നിട്ട് ചിരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ക്യാരക്ടർ. പക്ഷെ ചിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല, ഒരു ചിരിയില്ല, ഒന്നുമില്ല. എന്തിനാണ് ആ ക്യാരക്ടർ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. വെറുതെ ആവശ്യമില്ലാത്ത ജയറാമേൻ്റെ ഒരു വേഷം. അതുപോലെ തന്നെ ഈ പടത്തിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സിംഗിൾ ഷോട്ട്. അതിനകത്ത് ക്യാമറ എടുത്ത് അമ്മനമാടുന്ന പോലെ. അതായത് ഇതെങ്ങനെ ഇതുവഴിയൊക്കെയാണ് ക്യാമറ പോകുന്നത്, ഇത് ഏത് റൂട്ട് വഴിയാണ് പോകുന്നത്, ഇത് എവിടെ പോയിട്ട് ഇതെങ്ങനെ ഇവിടെ വരുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്നൊരു സംഭവം. അതമ്മാതിരി പണിയെടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞു, സൂര്യയും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. സൂര്യയുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ല ഡ്യൂറേഷനാണ് ഒറ്റ ഇതിൽ. അപ്പോൾ ആ ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി തന്നെ ചെയ്യണം, അത് മറന്നു പോകരുത്. അപ്പോൾ എത്ര ആൾക്കാരുമായിട്ടാണല്ലോ സ്റ്റണ്ട് ചെയ്യുന്നത്, ഇതെല്ലാം സിംഗിൾ ടേക്കിലെടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റണ്ട് ചെയ്തിട്ട് പുള്ളി നേരെ ഒരു മേളിൽ, അതായത് ഒരു കെട്ടിടത്തിൻ്റെ മേളിലേക്ക് കയറുന്നതുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം സിംഗിൾ ടേക്കിലാണ്. ഇതെല്ലാം കൊണ്ടേ നിർത്തുന്നു. അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. അത്ര ഒരു വലിയൊരു നമ്മൾ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് വണ്ടടിച്ചു പോകും. അതാണ് പടത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പടത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ മേളിൽ കയറി നിൽക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ കുറഞ്ഞ് ഫസ്റ്റ് ഹാഫ്, അതായത് ഇൻ്റർവെൽ ടൈമിലേക്ക് ഇവിടെ വന്ന് നിൽക്കും. ഇൻ്റർവെൽ കഴിഞ്ഞ് പിന്നെ പടം ഇങ്ങനെ ഒരു ഒറ്റ പോക്ക താഴേക്ക്. അതാണ് ഈ പടത്തിനകത്തെ ഒരവസ്ഥ എന്ന് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ പൂജയും സൂര്യയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിക്ക് ഒരു തെറ്റൊന്നും പറയാനില്ല. നല്ലപോലെ ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒറ്റ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയെപ്പറ്റി തോന്നിയത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നാസറിനെയൊക്കെ വെറുതെ കൊണ്ടുവന്നിട്ടൊരു വില്ലനായിട്ട് നിർത്തിയേക്കുന്നു. ഒരാവശ്യമില്ലാത്ത ഒന്നും ചെയ്യാനില്ല. പ്രകാശ് രാജിനോ അത്രയും പോലും ചെയ്യാനില്ല, ഒന്നുമില്ല. പിന്നെ കുറച്ച് മലയാളം താരങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി പടം കാണുക. അപ്പോൾ ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇതാണ് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഏറ്റവും മോശം പടവും അതുപോലെ തന്നെ സൂര്യ നല്ല പണിയെടുത്തൊരു സിനിമയുമാണ്
റെട്രോ.